ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചക്കപ്പേരിയാണ്. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ചക്കപ്പേരി തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. അപ്പോൾ ചക്ക ഇടിച്ചക്കയാണ് എടുക്കേണ്ടത്. അപ്പോൾ എനിക്കൊരു ഇടിച്ചക്ക കിട്ടിയില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ചോള വന്നിട്ടുള്ള ചക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു പകുതി എടുത്തിട്ടുണ്ട്. ഈ ഒരു കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വറവിനാവശ്യമായ ഉഴുന്ന്, ചുവന്ന മുളക്, കറിവേപ്പില, കടുക്, പിന്നെ നമുക്ക് അരപ്പിനാവശ്യമായ മഞ്ഞൾപ്പൊടി, ജീരകം, ഇഞ്ചി, പിന്നെ ഒരു കപ്പ് തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം കുക്കറിൽ നമുക്കിത് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം വെള്ളം ഒഴിക്കണം. വെള്ളം ഒരുപാട് ഒഴിക്കാൻ പാടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ അത് അങ്ങ് ഉടഞ്ഞു പോകും. എന്നിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. ചക്ക വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ തേങ്ങ ചതച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ജീരകം, കറിവേപ്പില, ഇഞ്ചി എന്നിവ ചേർത്ത് ചതച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 2 പച്ചമുളകും നിങ്ങളെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി കൂടി ആഡ് ചെയ്യാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ചക്ക വേവിച്ചെടുത്തതിന് ശേഷം അതൊന്ന് നന്നായി തണുക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇതുപോലെ കൈകൊണ്ട് ചക്ക ഒന്ന് ഉടച്ചെടുക്കാം. പാത്രം നന്നായി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക്, ഉഴുന്ന് പരിപ്പ്, ചുവന്ന മുളക് ഇവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ചക്ക കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങ കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. ആ തേങ്ങയൊക്കെ ആ ചക്കയിലൊക്കെ ഒന്ന് പിടിക്കണം. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല അടിപൊളി ചക്കപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുത്താൽ മാത്രമേ ഞാനിട്ട വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. താങ്ക് യു.